മൈറ്റോസിസിന്റെ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത്. ഈ രണ്ട് മൈറ്റോസിസിലും മിയോസിസിലും ഞാൻ പറഞ്ഞ പോലെ കടന്നു പോകുന്ന 4 സ്റ്റെപ്പുകളാണ് PMAT എന്ന് പറയുന്നത്. പ്രൊഫേസ്, മെറ്റാഫേസ്, അനാഫേസ് ആൻഡ് ടീലോഫേസ് എന്ന് പറയുന്ന 4 സ്റ്റെപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ മൈറ്റോസിസിലും മിയോസിസിലും കോമൺ ആയിട്ട് പോകുന്ന 4 സ്റ്റെപ്പുകളാണ് നമ്മൾ PMAT എന്ന് പറയുന്ന കോഡിലൂടെ പഠിച്ചത്. പ്രൊഫേസ്, മെറ്റാഫേസ്, അനാഫേസ് ആൻഡ് ടീലോഫേസ്. ഇതിൽ പ്രൊഫേസ് എന്ന് പറയുന്ന സ്റ്റെപ്പിൽ എന്താ നടക്കണമെന്ന് വെച്ചാൽ ഈ ഞാൻ പറഞ്ഞു ന്യൂക്ലിയസിൻ്റെ ഉള്ളിലുള്ള ക്രൊമാറ്റിൻ ജാലിക എന്ത് ചെയ്തു, കണ്ടൻസ് ചെയ്ത് ക്രോമസോമായി മാറി. ക്രോമസോം വന്നിട്ട് സെൻട്രലിലേക്ക് വന്നു. ക്രോമസോം ആയ സെൻട്രലിലേക്ക് ന്യൂക്ലിയസിൻ്റെ സെൻട്രലിലേക്ക് വന്നു. അതിനുശേഷം ഇതിനകത്തുള്ള സെൻട്രിയോളുകൾ അല്ലെങ്കിൽ സെൻട്രിയോളുകളായിട്ട് മാറി. സെൻട്രോസോം, ഈ ന്യൂക്ലിയസിനകത്തുള്ള സെൻട്രിയോളുകളായി മാറിയതിനു ശേഷം അതിൽ നിന്നും കീലതന്തുക്കൾ അഥവാ സ്പിൻഡിൽ ഫൈബേഴ്സ് അവിടെ പ്രത്യക്ഷപ്പെടും. ഇതാണ് മെയിൻ ആയിട്ടുള്ള അതിൻ്റെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. കീലതന്തുക്കൾ അഥവാ സ്പിൻഡിൽ ഫൈബേഴ്സ് പ്രത്യക്ഷപ്പെടുന്നതാണ് പ്രൊഫേസിൽ മെയിൻ ആയിട്ട് നടക്കുന്നത്. അതുപോലെ ക്രോമസോംസ് വന്ന